ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകൾ നേരുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതറിയിച്ച് ഒരിക്കൽ കൂടി ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുകയാണ്. ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം. ആ ക്രിസ്തുവിൻ്റെ ജനനം ലോകം സ്വീകരിച്ചത് വ്യത്യസ്തമായ മനോഭാവങ്ങളോടുകൂടിയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മാംസമായി തീർന്ന ദൈവത്തെ മനുഷ്യൻ്റെ അടുക്കിലേക്ക് അവൻ കടന്നു വരുമ്പോൾ സ്വീകരിക്കുന്ന മനോഭാവങ്ങൾ വ്യത്യസ്തമാകുന്നത് ഓരോ വ്യക്തിയിലും രൂപം കൊണ്ടിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ആട്ടിടയന്മാർ ആ ദൂതനെക്കുറിച്ച് കേട്ടു. അവർ സുവിശേഷം കേട്ടു. ആ സുവിശേഷവുമായി ബന്ധപ്പെട്ട ഒരു മാനസാന്തരത്തിൻ്റെ യാത്ര അവർ നടത്തുന്നുണ്ട്. സുവിശേഷം കേൾക്കുന്നവനുണ്ടാകുന്ന ഏറ്റവും വലിയ ചൈതന്യമെന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റമാണ്. ആട്ടിടയന്മാർക്ക് രക്ഷകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രത്യേകമായൊരു ആഗ്രഹമുണ്ടായി. അവർ അതിനുവേണ്ടി യാത്ര ചെയ്തു. അവർക്ക് ഒരടയാളം കിട്ടി. ആ അടയാളം അനുസരിച്ച് അവർ യാത്ര ചെയ്തു. അവർ ക്രിസ്തുവിനെ കണ്ടെത്തി, വണങ്ങി, അവരനുഗ്രഹം പ്രാപിച്ചു. അതുപോലെ തന്നെ 3 രാജാക്കന്മാർ യേശുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയിൽ പിറന്നു വീണ ഇസ്രായേലിൻ്റെ രാജാവിനെ തേടിയുള്ള അവരുടെ യാത്ര, ആ യാത്രയിലേക്ക് അവരെ നയിച്ചത് ഒരടയാളമാണ്. അത് നക്ഷത്രവിളക്കാണ്. നക്ഷത്രവിളക്കിൻ്റെ അടയാളമാണ്. ആ നക്ഷത്രം കണ്ട നിമിഷം മുതൽ നക്ഷത്രം നോക്കി അവർ യാത്ര ചെയ്തു. അവസാനം നക്ഷത്രം ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ അവർ ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് അവർക്കിടയായി തീർന്നു. നക്ഷത്രം എവിടെ നിൽക്കുന്നുവോ അവിടെ ക്രിസ്തുവുണ്ട് എന്ന തിരിച്ചറിവാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർക്ക് അധികം പിന്നിൽ തേടേണ്ടി വന്നില്ല. അവർ നോക്കിയ സ്ഥലം പുൽത്തൊഴുത്തായിരുന്നു. അവർ ക്രിസ്തുവിനെ കണ്ടെത്തി പൊന്നും മോരും കുന്തിരിക്കവും കാഴ്ചവെച്ച് അവർ യേശുക്രിസ്തുവിനെ വണങ്ങി. പിന്നീട് അവരുടെ ദൈവാനുഭവം മാറി. മാലാഖമാർ അവരോട് സംസാരിച്ചു, നിങ്ങൾ വന്ന വഴിയല്ല തിരിച്ചു പോകേണ്ടത്, മറ്റൊരു വഴിയെ അവർ തിരിച്ചുപോയെന്നാണ് രാജാക്കന്മാരെക്കുറിച്ച് പറയുക. ഒരു മാനസാന്തരത്തിൻ്റെ പുതിയൊരു കാഴ്ചപ്പാടിൻ്റെ അനുഭവത്തിലൂടെ അവരും കടന്നു പോകാനിടയായി തീർന്നു. നമുക്ക് മുമ്പിൽ ക്രിസ്മസ് വന്നു ചേർന്നിരിക്കുകയാണ്. എന്നാൽ എവിടെയോ അടയാളങ്ങൾ മാറിപ്പോകുന്ന മനുഷ്യൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ഒരു മനുഷ്യൻ ഒരു വഴി യാത്ര ചെയ്യുകയാണ്. അയാൾ യാത്ര ചെയ്ത് പോകുമ്പോൾ അയാൾ വഴിയിലുള്ള അടയാളങ്ങൾ കണ്ടാണ് യാത്ര ചെയ്യുന്നത്. അയാൾ കുറേ ദൂരം യാത്ര ചെയ്തു. കൃത്യമായി ആരോ മാർക്കോടുകൂടി വെച്ചിരിക്കുന്ന വഴികൾ കണ്ടാണ് പോയത്. എവിടെയോ എപ്പോഴോ ഒരു ബോർഡ് കണ്ടു. അതിലെ ആരോ മാർക്ക് നോക്കി അവർ യാത്ര ചെയ്തു പോയി. ഒത്തിരി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എവിടെയോ തെറ്റുപറ്റി എന്നൊരു തോന്നൽ അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ വാഹനം നിർത്തി അടുത്തുനിന്ന് ഒരു മനുഷ്യനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യേണ്ടത്, ഇനി എത്ര ദൂരമുണ്ട്? അവർ പറഞ്ഞു,
നിങ്ങൾ യാത്ര പോകേണ്ടിയിരിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും ഓപ്പോസിറ്റായിട്ടുള്ള വിപരീതമായ സൈഡിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്താമായിരുന്നു. പക്ഷേ എത്രയോ ദൂരെ നിങ്ങളിപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മടങ്ങിപ്പോകാതെ മറ്റൊരു മാർഗവുമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കൃത്യമായി അടയാളങ്ങൾ നോക്കിയാണ് യാത്ര ചെയ്തത്. ആ അടയാളം വെച്ച സ്ഥലങ്ങളിൽ കൃത്യമായി ഞങ്ങൾ നോക്കി യാത്ര ചെയ്തു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എവിടെ വെച്ചോ തിരിഞ്ഞ ഒരു സമയത്ത് അവിടെ ഒരു ബോർഡ് എപ്പോഴോ മറിഞ്ഞു വീണ ബോർഡാണ്. ഒടിഞ്ഞുപോയി തകർന്നതുകൊണ്ട് ആരോ അതെടുത്ത് നേരെ വെച്ചു. അപ്പോൾ നിങ്ങൾ പോകേണ്ട യഥാർത്ഥ ദിശയുടെ നേരെ ഓപ്പോസിറ്റ് അതായിപ്പോയി. ഒരുപക്ഷെ നിങ്ങൾ ആ ഒടിഞ്ഞു തകർന്നു പോയ അടയാളം നോക്കിയായിരിക്കാം നിങ്ങൾ യാത്ര ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഇനി നിങ്ങൾ തിരിഞ്ഞ് യാത്ര ചെയ്യുക. ഇതുപോലെ പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അഥവാ ക്രിസ്തുവിനെ തേടുമ്പോൾ, ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ക്രിസ്തു അനുഭവം തേടുമ്പോൾ ഓരോ ഭവനങ്ങളിലും ഉയർത്തപ്പെട്ടിരിക്കുന്ന ഓരോ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇവിടെ ക്രിസ്തു ഉണ്ടെന്നാണ്. ഓരോ ക്രൈസ്തവൻ്റെയും ഭവനങ്ങളിൽ ഓരോ നക്ഷത്രം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ആ ഭവനം വിളിച്ചു പറയുകയാണ്, ഇവിടെ ക്രിസ്തുവുണ്ട്. പലപ്പോഴും അങ്ങനൊരു സ്ഥലത്തേക്ക് പലപ്പോഴും കടന്നു ചെന്ന് കഴിയുമ്പോൾ നാം കാണുന്നത് എന്താണ്? ആർഭാടകപൂർണമായ കുറേ ഭക്ഷണം, കുറേ തോരണങ്ങൾ, കുറേ മാലപ്പടക്കങ്ങൾ, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അതിനിടയിൽ പലപ്പോഴും ക്രിസ്തുവിനെ തേടുമ്പോൾ ക്രിസ്തുവിനെ അവിടെ കണ്ടെത്താൻ കഴിയാതെ പോയി നിരാശപ്പെടാൻ ഒരുപക്ഷെ ക്രിസ്തുവിനെ തേടുന്നവർക്കിടയാകുമോ? ക്രൈസ്തവ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായി നിർവചിക്കപ്പെടുന്നു. അതുകൊണ്ട് ലോകം ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനെ തേടുന്നത് സഭയിലാണ്. സഭയിലെന്ന് പറഞ്ഞാൽ എന്നിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഇതാ ഈ ക്രിസ്മസിൽ തേടുകയാണ് ക്രിസ്തുവിനെ. അത് എന്നിലാണ് തേടുന്നതെങ്കിൽ എന്നിൽ ക്രിസ്തു വെളിപ്പെടേണ്ടതുണ്ട്. എന്നിൽ ക്രിസ്തു ജനിച്ച് വളരുന്നത്, താരാട്ട് പാടുന്നത്, ക്രിസ്തുവിൻ്റെ താരാട്ടും തലോടലുമൊക്കെ നമ്മളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ വഴിമാറി ചിന്തിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നത്. രാജാക്കന്മാർക്ക് ഇതാ ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തുവിനെ സന്ദർശിച്ചപ്പോൾ വഴിമാറി യാത്ര ചെയ്യാൻ സാധിച്ചു. ആട്ടിടയന്മാർ അടയാളങ്ങളിലൂടെ ക്രിസ്തുവിനെ തേടിപ്പോയി. അവർ അനുഗ്രഹീതരായി. അവരുടെ മനോഭാവങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടായി. ഇതാ ഇന്ന് ലോകത്തിന് യേശുക്രിസ്തുവിനെ, ഉണ്ണിയേശുവിനെ വെളിപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല അവസരമായ ഒരു പുൽക്കൂടായി മാറാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ ഞാൻ കോട്ടയത്തിനടുത്തുള്ള നവജീവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോകുവാനിടയായി. പോയപ്പോൾ കുറേ പുതുവസ്ത്രങ്ങളും അതുപോലെ കുറേ ഭക്ഷണ സാധനങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും കരുതിയിരുന്നു. അവിടെ ചെന്ന് ഈ പുതുവസ്ത്രങ്ങളൊക്കെ അവർക്ക് വിതരണം ചെയ്തു. അവരൊക്കെ സന്തോഷത്തോടെ വാങ്ങി. അതിൽ നല്ല ശതമാനം പേരും ആ വസ്ത്രങ്ങൾ അപ്പോൾ തന്നെ ഉടുത്തു. ഷർട്ടൊക്കെ ഇട്ടു, മുണ്ടൊക്കെ ഉടുത്തു. സ്ത്രീകളാണെങ്കിൽ അവർക്ക് കിട്ടിയ വസ്ത്രങ്ങളൊക്കെ അവർ ധരിച്ചു. ഒരു ഹാളിലേക്ക് അവർ വന്നു. ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നവജീവൻ ട്രസ്റ്റിലെ PU തോമസ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് കൈനിറയെ സമ്മാനവുമായി വന്ന ഒരു പിതാവാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി, നല്ല വാക്കുകൾ പറഞ്ഞ് പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച്, തോമസിനെക്കുറിച്ച് ഇങ്ങനൊരു വാക്ക് ഞാൻ പറഞ്ഞു: സത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയവനെ
സ്വീകരിച്ച ഇടമാണ് പുൽക്കൂട്. അവിടെയാണ് ക്രിസ്തു ജനിച്ചത്. അതുപോലെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ മാനസിക രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മക്കളെ ഇതാ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച പുൽക്കൂടാണ് ഈ മനുഷ്യൻ. നിങ്ങളുടെ ജീവിതത്തിലെ പുൽക്കൂടാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, മാനസിക രോഗികളായി മനസ്സിന് രോഗം വന്ന് പുറത്ത ആളുകളോട് പ്രസംഗം പറഞ്ഞാൽ അവർക്കെന്ത് മനസ്സിലാകാനാണ് എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാൻ പ്രസംഗിച്ചതെങ്കിലും അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു സ്ത്രീ വാവിട്ട് നിലവിളിക്കുന്നത് കേട്ട്. അവർ വലിയ ഒച്ചത്തിൽ നിലവിളിച്ച്. അപ്പോൾ ആളുകൾ വന്ന് ആ സ്ത്രീയെ എടുത്തുകൊണ്ട് പോയി. പിന്നീട് ഞാൻ ആ സ്ത്രീയെ കാണാനിടയായപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് കരഞ്ഞത്? അപ്പോൾ പറഞ്ഞു, പിതാവ് പറഞ്ഞത് എത്രയോ സത്യമാണ്. സത്യത്തിൽ ഞങ്ങളെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടപ്പോൾ, ഞങ്ങളെ സത്രങ്ങളിൽ നിന്ന് പുറന്തള്ളിയപ്പോൾ സ്വീകരിച്ച ഒരു പുൽക്കൂടാണ്. ഈ പുൽക്കൂട്ടിൽ സ്നേഹവും കരുതലുമൊക്കെ സ്വീകരിച്ച എത്രയോ കാലമായി ഞങ്ങൾ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, പുറന്തള്ളപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും ആശ്വാസവും സന്തോഷവും നൽകാൻ നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടായി സ്വീകരിക്കപ്പെടാൻ തയ്യാറാകുന്നൊരു പുൽക്കൂടായി ഈ ക്രിസ്മസിന് ഒരുക്കപ്പെടണമെന്നുള്ളതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. നമ്മളെയും ഒരു പുൽക്കൂടാക്കി രൂപപ്പെടുത്തുവാൻ ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. അതിനായി നിൻ്റെ ഹൃദയത്തിൽ ഈ ക്രിസ്മസിന് എനിക്ക് ഇടം തരുമോ എന്ന ഒരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ, സുവിശേഷ ശുശ്രൂഷകൾ പൂർത്തിയാക്കുമ്പോൾ അവൻ പറഞ്ഞവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, എനിക്ക് വിശന്നു, നിങ്ങളാണ് ഭക്ഷണം നൽകിയത്. എനിക്ക് ദാഹിച്ചു, നിങ്ങളാണ് കുടിക്കാൻ നൽകിയത്. ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങളാണ് എന്നെ ഉടുപ്പിച്ചത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എപ്പോഴാണ് ഞങ്ങൾ അങ്ങേക്ക് ഇങ്ങനെ വസ്ത്രമൊക്കെ വാങ്ങിത്തന്നത്? ഞങ്ങളങ്ങേ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ക്രിസ്തു പറഞ്ഞു, എളിയവർക്ക് കൊടുത്തപ്പോഴൊക്കെ എനിക്കാണ് കിട്ടിയത്. നാം ക്രിസ്തുവിനെ തേടി ഒത്തിരി അലയേണ്ടതില്ല ക്രിസ്മസിന്. ഇതാ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ചുറ്റുപാടുമുള്ള എളിയവനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവൻ്റെ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും നീ ആശ്വാസതൈലമായി മാറുകയും ചെയ്യുമ്പോൾ നീ ക്രിസ്തുവിനെ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവന് ഒരു പുൽക്കൂടായി മാറുകയാണ്. ആ പുൽക്കൂടിന് ലഭിച്ച അനുഗ്രഹമാണ് ഓരോ ക്രൈസ്തവനും ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പുൽക്കൂടിൻ്റെ ഉന്നതങ്ങളിലേക്ക് വളരാൻ ഈ ക്രിസ്മസ് നമ്മളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമായൊരു ജീവിതമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്തും അനുഗ്രഹങ്ങളുമൊക്കെ നാം അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും വിലയാണ്. നാം ജോലി ചെയ്തുണ്ടാക്കുന്ന, വേർത്തൊഴുക്കുന്ന, അത് ഓഫീസിലായിക്കൊള്ളട്ടെ, നേഴ്സായിക്കൊള്ളട്ടെ, ഡോക്ടറായിക്കൊള്ളട്ടെ, ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ പണമൊക്കെ നിങ്ങളുടെ മാംസരക്തങ്ങളുടെ വില തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾ കുറേ മാറ്റിവെച്ച് അതൊരുവന് ഒരാഹാരമായി, വിശക്കുന്നവൻ ആഹാരമായി തീരുമ്പോൾ, രോഗിക്ക് മരുന്നായി തീരുമ്പോൾ, ഉടുവസ്ത്രമില്ലാത്തവന് ഒരു വസ്ത്രമായി അവൻ സന്തോഷിക്കുമ്പോൾ സത്യത്തിൽ ക്രിസ്തു നിങ്ങളിൽ ആഹ്ലാദിക്കുക. ക്രിസ്തുവിനാണ് നിങ്ങൾ കൊടുക്കുക. എന്നാൽ തിരിച്ച് നിങ്ങൾ ചിന്തിക്കുക, ഈ സാധ്യതകളൊക്കെയുള്ള വലിയൊരു ലോകം ഇന്നുണ്ട് നമുക്ക് ഭൂമിയിൽ. ലോകത്തിലൊരു പക്ഷേ പകുതിയോളം പേര് ഭക്ഷണം കഴിക്കാതെയാണ് രാത്രി ഉറങ്ങാൻ പോവുക. നാം ഇന്ന് ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ഒരു പുതുവത്സരത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കാൻ അർഹതയുള്ള അനേകായിരം മക്കൾക്ക് അവർക്ക് വേണ്ടി കൂടി സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും, ഭക്ഷണവും പാർപ്പിടവും അതുപോലെ എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി കൂടി ഉണ്ടാക്കിയതാണ്. തീർച്ചയായും നമുക്ക് അവസരങ്ങളുണ്ട്, നമുക്ക് സാധ്യതകളുണ്ട്, നമ്മളത് ഉപയോഗിച്ചിട്ടുമുണ്ട്.
എന്നാൽ ക്രിസ്തു പറഞ്ഞൊരു വാക്ക് നാം ഓർക്കണം, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പാമ്പ് ഒരാൾ കൂട്ടുകൂടാൻ ചെന്നാൽ ആ പാമ്പ് ഇങ്ങനെ പറയും, നീ എൻ്റെ കൂടെ പോര്, എൻ്റെ മാളത്തിൽ കുറച്ച് ഇടയുണ്ട്, ബാക്കി ഞാൻ നിനക്ക് അത് ഷെയർ ചെയ്യാം. ഒരു പറവയുടെ കൂടെയാണ് കൂട്ടുകൂടുന്നതെന്ന് ചിന്തിച്ചോ. ആ പറവ പറയും, എനിക്ക് പറക്കാൻ ഇത്ര ഇടം മതി, ബാക്കി വിശാലമായത് നിനക്കെടുക്കാം, നിനക്കും പറക്കാൻ ഇട, നിനക്ക് സാധ്യതയുണ്ട്. മനുഷ്യപുത്രൻ പറയുകയാണ്, അങ്ങനെ പോലും പറയാൻ എനിക്ക് ഒരിടം പോലുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ സൃഷ്ടിച്ചതും എനിക്ക് സ്വന്തമായുള്ളതുമൊക്കെ ആരോ കൈക്കലാക്കിയിരിക്കുകയാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വത്താണ് നാം ഞാനും നിങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അഥവാ കൈവശം വച്ചിരിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ മൊഴികൾക്കൊത്ത വിധം ഉപയോഗിക്കാൻ, ക്രിസ്തുവിന് തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് പ്രിയമുള്ളവരെ നീതി നടപ്പാകുക. അതുകൊണ്ട് ലോകത്തിലൊരു നീതിയുണ്ട്. അത് ക്രിസ്തുവിൻ്റെ മൊഴികൾക്കൊത്ത വിധം നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ ഇതൊക്കെ പങ്കുവെക്കുന്നിടത്താണ് ആ നീതി പൂർണ്ണമാകുന്നത്. പലപ്പോഴും പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഒത്തിരി സങ്കടങ്ങളുടെയും അതുപോലെ ഒത്തിരി വേദനകളുടെയും കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീരിനൊക്കെ സത്യത്തിൽ നാം പോലും അറിയാതെ ഒത്തിരി വിലയുണ്ട്. അതിനൊക്കെ നാം വില കൊടുക്കേണ്ടി വരുവാണ്. ആരുടെയെങ്കിലും ജീവിതം നമ്മൾ മൂലം വേദനിക്കുകയോ ദുഃഖിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ പ്രിയമുള്ളവരെ ആ കണ്ണീര് നമ്മുടെ ജീവിതത്തിൽ ഒരഗ്നിയായി കത്തുകയാണ്. ആയതുകൊണ്ട് നമുക്ക് കണ്ണീരിന് ആശ്വാസം കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയണമെന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ പ്രസംഗങ്ങളൊക്കെ ആരംഭിക്കുന്ന കാലത്ത് ഏറ്റവും നല്ല പ്രസംഗം പ്രിപ്പയർ ചെയ്ത് അത് ജനങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിച്ച് നല്ലൊരു പ്രസംഗകനാകണമെന്നുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ദൈവശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചും മനസ്സിലാക്കിയും അതിലെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടും വളരെയധികം ശ്രമകരമായ രീതിയിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ ശ്രമിച്ച കാലമുണ്ട്. പലപ്പോഴും പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, നന്നായിരുന്നു, നല്ല പ്രസംഗമാണ്, ഒത്തിരി വിജ്ഞാനപ്രദമായിരുന്നു എന്നൊക്കെ പറയുക മാത്രമല്ല, പ്രസംഗ മേഖലയിൽ എനിക്കൊരു നല്ല ഭാവി ഉണ്ടെന്ന് കൂടി ആളുകൾ പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് വൈദികരൊക്കെ എനിക്കങ്ങനെ ആശംസ നൽകിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു നല്ല സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വിജയിക്കുകയാണ് എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രസംഗം തീരെ പരാജയമായി പോകുന്നു, ഇതൊരു തികഞ്ഞ പരാജയമാണ് എൻ്റെ പ്രസംഗമെന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെയാണ്. സത്യത്തിൽ അതാണ് എൻ്റെ ഇപ്പോഴത്തെ വിജയം തന്നെ. ഒരിക്കലൊരു പ്രസംഗം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എഴുത്ത് വന്നു. ആ എഴുത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടു, വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗമായിരുന്നത്. ആ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ അച്ഛന് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ അച്ഛനുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ വീട്ടിൽ 3 പെൺകുട്ടികളാണുള്ളത്, ഞാൻ മൂത്തതാണ്. എൻ്റെ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ സാമ്പത്തികമില്ല, സ്ത്രീധനം കൊടുക്കാൻ പണമില്ല. എന്നെ കല്യാണം കഴിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എനിക്ക് എൻ്റെ തലയിൽ വാഴ്ത്താനൊരു മാല പോലുമില്ല. എല്ലാം മനസ്സിലാക്കുന്ന അച്ഛൻ എനിക്ക് വിവാഹത്തിന് തലയിൽ വാഴ്ത്താൻ ഒരു മാല വാങ്ങിത്തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞായിരുന്നു ഈ ലെറ്റർ. അപ്പോൾ ഈ ലെറ്റർ വന്നതോടുകൂടി എനിക്ക് മനസ്സിലായി, നമ്മുടെ ഹൃദയസ്പർശിയായ പ്രസംഗങ്ങൾക്ക് അപ്പുറത്ത് ആ പ്രസംഗത്തിന് പുതിയൊരു അർത്ഥതലം കൂടിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ഒരു എഴുത്തിനോട് ഞാൻ ദൈവവചനം കേട്ട് സ്പർശിച്ച ഒരു വ്യക്തി എൻ്റെ അടുക്കിലേക്ക് വന്ന് എൻ്റെ എഴുത്തിനോട് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നീട് ഞാൻ പ്രസംഗിക്കുന്നതിന് ഇനി ഒരർത്ഥവുമില്ലാതാകും. ഇനി പ്രതികരിക്കാൻ പോകണമെങ്കിലോ അതിന് പണം കണ്ടെത്തേണ്ടതായിട്ടുമുണ്ട്. എൻ്റെ കയ്യിൽ പണമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ അന്ന് ശുശ്രൂഷിച്ചിരുന്ന ദേവാലയത്തിൽ നിന്ന് ഒരു 10-15,000 രൂപ അവിടുന്ന് വായ്പ വാങ്ങി. എൻ്റെ കൂടെ അന്നൊരു ശമ്മാശനുണ്ടായിരുന്നു, കോട്ടയം ഭദ്രാസനത്തിലെ ഒരു ശമ്മാശനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ
ഞാൻ ഈ പണം ഏൽപ്പിച്ചിട്ട് ഈ വീടിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അതോടുകൂടി അത് നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ബാധ്യതയായി മാറി. സുവിശേഷം നമുക്കിങ്ങനെ ചില ബാധ്യതകളൊക്കെ നൽകാറുണ്ട്. പ്രസംഗം ഒരു പരാജയമായി മാറുന്നത് പോലെ, കാരണം അതൊരു ബാധ്യതയായി മാറുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ പണം കണ്ടെത്താൻ വേണ്ടി ഞാൻ ദേവാലയത്തിൽ നിന്ന് പണം കടമായിട്ടെടുത്തു. ഇനി ആ പണം തിരിച്ച് വീട്ടണമെങ്കിൽ എനിക്ക് ഏറെ ശ്രമകരമായ കാര്യം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. ഏതായാലും ഈ പണം വാങ്ങി ഞാൻ ഒരു ഷമ്മാശൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം പറഞ്ഞു, കോട്ടയത്ത് ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കടയിൽ നിന്ന്, എനിക്ക് പരിചയമുള്ള കടയിൽ നിന്ന് ഒരു സ്വർണ്ണമാല വാങ്ങി ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരണം. അങ്ങനെ ഷമ്മാശൻ പോയി. അന്നത്തെ ദിവസം എനിക്ക് വേറെ തിരക്കുള്ള ദിവസമായിരുന്നു. കുറേ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പുറത്ത് വരുന്ന സന്ദർശകരെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് ആരെങ്കിലും സന്ദർശകർ വന്നാൽ ഇന്ന് കാണാൻ സാധിക്കുകയില്ല, നാളെ വരാൻ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വരാൻ അവരോട് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാണ് മീറ്റിങ്ങിൽ കയറിയത്. ഞാൻ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പയ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഒന്നുകിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. എങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിലും ഒരുപക്ഷെ ആളുകൾക്കത് പരിഭവം ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പയ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ കാണാൻ വന്ന ആളെന്തി? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു പൊതി എടുത്ത് തന്ന ശേഷം പറഞ്ഞു, ഞാൻ അച്ഛനെ നാളെ വന്ന് കണ്ടോളാം, ഞാനിത് അച്ഛനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി എന്ന് പറഞ്ഞു. ഞാൻ ഈ പണം കയ്യിൽ മേടിച്ചു. മീറ്റിങ്ങിന് ശേഷം ഞാനിത് എണ്ണി നോക്കിയപ്പോൾ ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് കടമെടുത്ത അതേ തുക തന്നെയാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, മിക്കവാറും ഇത് ഒരുപക്ഷെ നമ്മുടെ ധ്യാനം കൂടിയ ഏതെങ്കിലും ഒരു മത്തായി ചേട്ടൻ്റെ മകൾ ഒരുപക്ഷെ ധ്യാനം കൂടി കുവൈറ്റിൽ പോയി അവളുടെ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. അതല്ലെങ്കിൽ ഇന്ന റോസമ്മ UK പോയി പണ്ട് ധ്യാനം കൂടിയതാണ്, IELTS പരീക്ഷ പാസ്സാകാൻ വേണ്ടി വന്നതായി, അത് പാസ്സായതിൻ്റെ ആയിരിക്കാം, ആ പണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി പേരെക്കുറിച്ച് ചിന്തിച്ചു. ഏതായാലും നാളെ അവർ വരുമ്പോൾ ആരാണെന്നറിയാമെന്ന് ചിന്തിച്ച് ഇരുന്നു. പിറ്റേ ദിവസം ആരും ഈ പണവും ത്തിൻ്റെ ഉടമ വന്നില്ല. പ്രിയമുള്ളവരെ, അതിനുശേഷം 15 വർഷം എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പിന്നിട്ടു. ഈ പണം നൽകിയത് ആരാണെന്ന് ഇതുവരെയും അറിയാൻ സാധിച്ചില്ല. ക്രിസ്തുവിന് വേണ്ടി ഞാൻ കടക്കാരനായപ്പോൾ ക്രിസ്തു ആ പണം കൃത്യമായി എൻ്റെ കയ്യിൽ കൊണ്ടെത്തിച്ചു എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുക. പ്രിയമുള്ളവർ, ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീടെപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തന മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് തീരുന്ന നിമിഷം തന്നെ അതിനാവശ്യമായ പണവുമായി ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പടി കടന്നു വരുന്നത് അത്ഭുതകരമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സന്ദർശിക്കാൻ ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഒരു തിരുവചനം മാംസമായി തീരാൻ, ക്രിസ്തു നമ്മളിൽ മാംസമായി തീരാൻ ഒരവസരം നാം കൊടുക്കണം. ക്രിസ്മസിൻ്റെ കാലയളവിലാണ് ക്രിസ്തുവിൻ്റെ വചനം, നമുക്കറിയാം, കന്യകമറിയാമിൽ ശരീരിയായി തീർന്നു വചനം, ശരീരം ധരിച്ചു വചനം. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരീരം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്തു ഓരോ ക്രിസ്മസ് ആഘോഷവേളകളിലും നമ്മെ ഉറ്റുനോക്കുന്നുണ്ട്. മകനെ, എൻ്റെ ഒരു വാക്ക് ഈ ക്രിസ്മസിൽ നിന്നിൽ ഇതാ വചനമായി തീരും, മാംസമായി തീരും, ഒരു വചനം നിന്നിൽ മാംസമായി തീരട്ടെ ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിട്ടുകൊടുത്താലോ? തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് ആഘോഷമായി ഈ ക്രിസ്മസ് മാറട്ടെ. എല്ലാവരും ചിന്തിക്കുന്നത് പോലെയല്ല, വേറിട്ട് ചിന്തിക്കാൻ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രേരണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൂരെ ദൂരെ മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം, മഞ്ഞണിയുന്ന ഈ സുദിനം
മാനവരക്ഷകൻ പിറന്ന ദിനം ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി പാടിടാം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി